కేశవానందం గారు తీసుకున్నాం. गंगातरंग रमणीय जटाकलापं गौरी निरंतर विभूषित वामभागं नारायण प्रिय मनंग मदापहारं वाराणसी पुरपतिं भज विश्वनाथं योगीन्द्राणां त्वदङ्गेष्वधिक सुमधुरं मुक्तिभाजां निवासो भक्तानां कामवर्षद्युतरुचिसलयं नाथाते पादमूलम् स्तोत्रं चैरसहस्रोयतां वर्णनेन स्फीतं लीलावतारैः इदमिह कुरुताम् नादब्रह्म स्वयं साक्षात् केशवानन्द भारती तोटकाचार्य पीठेश देशिकेन्द्र नमोस्तुते गोपाल कृष्ण चरणार्चन पूतचेता श्री शंकरार्य गुरुबोधित मार्गनेता ಹಾಗೂ ಶ್ರೀಕಾಂತರವರಿಗೆ ಮತ್ತು ನಿಮ್ಮೆಲ್ಲರಿಗೂ ಕೂಡ ಒಂದೆರಡು ಮಾತುಗಳು. ಇವತ್ತು ನಾನು ಅತ್ಯಂತ ವಿಶಿಷ್ಟವಾದ ಮತ್ತು ಸಮಂಜಸವಾದಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಇದ್ದೇವೆ. ನಮ್ಮ ಕೇರಳ ದೇವರ ನಾಡು, ಕಲ್ಪವೃಕ್ಷಗಳ ಬೀಡು ಎಂದು ಖ್ಯಾತಿಯನ್ನು ಪಡೆದದ್ದು. ಇಂತಹ ಕೇರಳ ರಾಜ್ಯದಲ್ಲಿರುವ ನಮ್ಮ ಖ್ಯಾತ ನಟನಾದಂತಹ ಶ್ರೀಯುತ ಸುರೇಶ್ ಗೋಪಿಯವರು ಕೇಂದ್ರ ಸರ್ಕಾರದ ತೆಂಗು ಅಭಿವೃದ್ಧಿ ಸಮಿತಿಯ ಅಧಿಕಾರಿಗಳಾಗಿ ಇವತ್ತು ನಮ್ಮ ಕೇರಳ ರಾಜ್ಯಾದ್ಯಂತ ಈ ತೆಂಗಿನ ಸಸಿಗಳನ್ನು ನೆಟ್ಟು ಪರಿಸರವನ್ನು ಸಂರಕ್ಷಿಸುವಂತಹ ಒಂದು ಅತ್ಯಂತ ಪ್ರಾಮುಖ್ಯವಾದಂತಹ ಭಾಗವನ್ನು ಸೂಚ್ಯವಾಗಿ ಇವತ್ತು ಕೇರಳಾದ್ಯಂತ ನಡೆಸ್ತಾ ಇದ್ದಾರೆ. അനുചരങ്ങൾക്കും സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് എൻ്റെ ധന്യവാദ നമസ്കാരം. ഇതിൽ വലിയ പ്രസംഗത്തിന് ഇനി വലിയ പ്രസക്തിയില്ല, അർത്ഥമാണ് അതിൻ്റെ മര്യാദകൾ പാലിക്കണം. സ്മൃതിക്കേരം എന്ന് പറയുന്ന പദ്ധതിയുമായി കേരളത്തിൽ 10ാമത്തെ ജില്ല തിരുവനന്തപുരം കവർ ചെയ്തുകൊണ്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് നടത്തി. ജോലി ആവശ്യങ്ങൾക്കായിട്ട് ഡൽഹി പോയി തിരിച്ചു വന്നു. കണ്ണൂരിൽ
കാസർഗോഡ് ഇന്നലെയും ഇന്നുമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 ജില്ലകൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കവർ ചെയ്തു. ഈ ജില്ലകളിലേക്കൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് ഓരോ ദിവസം വീണ്ടും വരുന്നുണ്ട്. നട്ടുവെച്ചത് എവിടം വരെ എത്തി എന്നറിയാനും എത്രത്തോളം വാഗ്ദാനം ചെയ്യപ്പെട്ടതിന് മേലെ നമുക്ക് നടപ്പിലാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതൊക്കെ അന്വേഷിക്കാനും അവലോകനം എല്ലാം ഉണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതിന് പിന്തുണ നൽകാനുണ്ടാവുമോ എന്ന് അന്വേഷിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനോടും അന്വേഷിച്ചിട്ടില്ല, കേരള സർക്കാരിനോടും അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. 4 ലക്ഷം കോടിയാണെന്ന് ഒരുപക്ഷെ ആളെണ്ണി നോക്കിയാൽ എത്ര ലക്ഷം ആണ് ഒരാളുടെ തലയ്ക്കുന്ന കടമെന്നുള്ളത് ഓർക്കണം. നമുക്കങ്ങനെ ഒരു ബിൽ കളക്ടേഴ്സ് ഗവൺമെൻറ്റായിട്ട് തുടരാൻ പറ്റില്ല. വ്യവസായങ്ങൾ വരുന്നതിന് നമുക്കിപ്പോൾ തീരദേശപാത, നാഷണൽ ഹൈവേ വികസനം, പിന്നെ മലയോര പാത, പിന്നെ തുരങ്കങ്ങൾ, പിന്നെ പല രീതിയിൽ നമ്മുടെ കമ്മ്യൂട്ടിംഗ് സിസ്റ്റംസിനൊക്കെ ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. കടലിനും മലനിരകൾക്കും ഇടയിൽ ഒരു ചെറിയ മെലിഞ്ഞ കേരളത്തിന് ഇതിൽ കൂടുതൽ എന്തിനി താങ്ങാനാവും? കേരളയിൽ എന്ന് പറഞ്ഞ് മറ്റൊരു അധമം ജനങ്ങളുടെ തല വെട്ടിയെടുക്കുന്ന തരത്തിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ വലിയ പ്രക്ഷോഭം വരുന്നു. അപ്പോൾ വികസനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന് വളരെ ലെജിറ്റിമറ്റായിട്ട് ന്യായമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചൂഷണമെന്ന് വിളിക്കുമെങ്കിൽ മണ്ണിനും മനുഷ്യനും മൃഗത്തിനും ദ്രോഹം ചെയ്യാത്ത വികസനം, ചൂഷണം സാധ്യമാണ്, ചെയ്യണം. അങ്ങനെ ഒരു ചൂഷണം തന്നെയാണ്, മണ്ണിനെ ചൂഷണം ചെയ്യൽ തന്നെയാണ് കേരം എന്ന് പറയുന്ന കേരളത്തിൻ്റെ നാമം അന്വർത്ഥമാകണമെങ്കിൽ കേരം കേരളത്തിൽ പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു വികാരത്തിൽ നിന്ന് തോന്നിയ ഒരു ചിന്ത, ഒരു സ്വപ്നമായി അത് പുഷ്പിച്ചു. അതിൽ പല പടലങ്ങളായി കേരളത്തിൻ്റെ മണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഏരിയൽ വ്യൂവിൽ മണ്ണ് കാണാൻ പറ്റാത്ത തരത്തിൽ കേശപ്രഹരമായി കേരപ്രഹരം തിങ്ങി നിറയുന്ന കേരളമായി മാറ്റാനുള്ള ഒരു ചിന്ത, ഒരു വലിയ ആഗ്രഹം. ഇതെൻ്റെ പദ്ധതിയൊന്നുമല്ല, എൻ്റെ ഒരു തോന്നലിൽ നിന്ന് ഞാൻ ചെയ്യാൻ ചില മാർഗങ്ങൾ അവലംബിച്ചു. ആ മാർഗങ്ങളെല്ലാം ശക്തമാണെന്ന് ഈ 12ാമത്തെ ജില്ലയിലെത്തി നിൽക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു മഠത്തിലെത്തിയപ്പോൾ ഒരു മഠത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ കാണുക. കണക്ക് എന്നോട് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മഠത്തിൻ്റെ കീഴിലുള്ള 60 കേന്ദ്രങ്ങൾ വഴി ഏതാണ്ട് 6 ലക്ഷം തെങ്ങിൻ തൈ നടപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ കേരളത്തിന് ശക്തി പകരാൻ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും മറ്റെന്തെല്ലാം വിഘടിപ്പിക്കുന്ന തന്ത്രങ്ങളും യന്ത്രങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം തച്ചുടച്ചുകൊണ്ട് നമുക്ക് കേരളത്തിന് വേണ്ടി കേരളീയന്റെ സംഭാവന നൽകാൻ, അതുവഴി ഭാരതത്തിൻ്റെ യശസ് എന്ന് വരുത്തി തീർക്കാനായി ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചെങ്കിൽ ആ കുഴിയിൽ, പടുകുഴിയിൽ നമ്മൾ വീണുപോയി. ആ കുഴിയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് സ്മൃതി കേരളം. പാഠം പഠിപ്പിക്കണമെന്ന് കേരളത്തിന് അങ്ങനെ ഇനിയും ടാക്സുകൾ ചുമത്തി ജനങ്ങളുടെ നടുപൊടിച്ച് അങ്ങനെ ജീവിക്കാനും ഭരിക്കാനും ഒക്കെ. അപ്പൊ എന്താണ് നമുക്ക് പ്രതിമാനം? ഈ ഡോക്ടർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രാവീനൽ ഇന്റർവെൻഷൻ ഓഫ് ദ പ്രോസസ്ഡ് വേർഷൻ ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റാനായിട്ട് വെളിച്ചെണ്ണ. ഒരു കാലത്ത് ഇതാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞെടുത്തുന്നത് ഇന്ന് അത് തന്നെ ഔഷധമായി മാറുന്ന ഒരു വളരെ വിചിത്രമായ സത്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഭാരതം, കേരളം വഴി ഏത് ഔന്നത്യത്തിലാണ് എത്താൻ പോകുന്നത്, അതിനുള്ള സജ്ജത, അത് ചിഹ്നം വിളിച്ച് തുടങ്ങി വെക്കേണ്ടത് മലയാളിയാണ്, കേരളീയനാണ്. ആ കേരളീയനിലുണ്ട് കേരളം. ആ സജ്ജത നിങ്ങൾ ഉറപ്പുവരുത്തും. നമ്മൾ അമ്പലങ്ങളിൽ തേങ്ങ ഒരെണ്ണം അവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്നതിനോ അടിക്കുന്നതിനോ, ഇനിയിപ്പോൾ ശബരിമല സീസൺ വരികയാണ്, തേങ്ങയൊക്കെ വാങ്ങാൻ പോകുന്നത് 35 രൂപയ്ക്കും 40 രൂപയ്ക്കുമാണ്.
എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ ഒഴുകിയും ഒരു 100 തേങ്ങയെങ്കിലും വിൽക്കുന്നുണ്ട് പറഞ്ഞു. കിട്ടുന്നത് 15 രൂപ, 20 രൂപ മാക്സിമം. അപ്പൊ കർഷകൻ എന്ത് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം എൻ്റെ വീട്ടിലുണ്ട്. കർഷകന് വേണ്ടി കള്ളക്കണ്ണീര്, മുതലക്കണ്ണീരുമല്ല, കള്ളക്കണ്ണീരൊഴുകുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കുള്ള മറുപടി ഉണ്ടോ? കർഷകൻ അവസാനത്തെ പണവും കിട്ടട്ടെ. ബ്രോക്കർമാരങ്ങനെ ബെൻസിലും അല്ലേ ഫെറാറിയിൽ നിന്ന് ഞെളിഞ്ഞിരുന്ന് നടക്കണ്ട. അതാണ് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ കാണുന്ന കാഴ്ച. 4.35% നമ്മുടെ ആഗ്രി പ്രൊഡ്യൂസ് സ്ട്രക്ചറിൽ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് വർധനമുണ്ടായിട്ടുള്ളത്. അതിനർത്ഥം എന്താ? യഥാർത്ഥ തന്തയ്ക്ക് പിറന്ന കർഷകൻ വയലുകളിലും മണ്ണിലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, സമരം ചെയ്യുകയല്ല. ഇതും ഒരു വലിയ സന്ദേശവും ഉത്തരവുമാണ്. ഈ കണക്കൊന്നും ആർക്കും ചോദ്യം ചെയ്യാനൊക്കത്തില്ല, കാരണം ഇതൊക്കെ ഡേറ്റയാണ്, അവൈലബിൾ ഡേറ്റയാണ്. അത് ഫേക്കാണെന്ന് ആർക്കും പറയാനൊക്കത്തില്ല. 4.35% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഈ കള്ളപ്പറ്റങ്ങളെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അതൊക്കെ രാഷ്ട്രീയ നാടകങ്ങളാണ്. അതൊക്കെ രാഷ്ട്രീയ തിരോധാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നാടകങ്ങളാണ്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മുടെ ബാലപാഠം ഇതാണ്: ഞാൻ ഈ മണ്ണിനോടുള്ള കർത്തവ്യം നിറവേറ്റുന്നു. ഒരു കുത്തിയൊലിക്കുന്ന മഴ വന്നാൽ ಶಂಕರಾಚಾರ್ಯ ಮಧ್ಯಮ ತಸ್ಮದಾಚಾರ್ಯಗಳಿಂದ ಮುಂದೆ ಇವರು ಪರಂಪರ ಸ್ಮೃತಿ ಕೇರಂ ಅನ್ನೋ ಹೆಸರಿನಲ್ಲಿ ಇವತ್ತು ಪೂಜ್ಯ ಬ್ರಹ್ಮೈಕ್ಯ ಶ್ರೀ ಕೇಶವಾನಂದ ಭಾರತಿ ಶ್ರೀಪಾದಂಗಳವರ ನೆನಪಲ್ಲಿ 60 ಸಂವತ್ಸರಗಳ ಚಾತುರ್ಮಾಸ್ಯಗಳನ್ನು ಪೂರೈಸಿದ ಶ್ರೀಗಳವರ ನೆನಪಲ್ಲಿ 60 ತೆಂಗಿನ ಸಸ್ಯಗಳನ್ನು ಇವತ್ತು ಫಲಾನುಭವಿಗಳಿಗೆ ವಿತರಿಸಲಾಗಿದೆ. ಮಾನ್ಯ MP ಅವರು, ಖ್ಯಾತ ನಟರು ಆದಂಥ ಸುರೇಶ್ ಗೋಪಿಯವರು ಪ್ರಥಮ ಬಾರಿಗೆ ಶ್ರೀ ಎಡನೀರು ಮಠಕ್ಕೆ ಇವತ್ತು ಬಂದಿದ್ದಾರೆ. ಅವರ ಒಂದು ಇಚ್ಛಾಶಕ್ತಿಯ ಫಲ ಎನ್ನುವ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಈ ಕಾರ್ಯಕ್ರಮ ಕೇರಳದ ಎಲ್ಲ ಜಿಲ್ಲೆಗಳಲ್ಲಿಯೂ ಸಂಪನ್ನಗೊಳ್ತಾ ಇದೆ. ಕೇರಳ ಅನ್ನುವುದು ತೆಂಗುಗಳ ನಾಡು, ತೆಂಗು ಅನ್ನೋದು ಕಲ್ಪವೃಕ್ಷ. ಈಗಾಗಲೇ ಅವರು ಸವಿವರವಾಗಿ ಅದರ ಬಗ್ಗೆ ತಿಳಿಸಿದರು. ತೆಂಗಿನಲ್ಲಿ ಯಾವುದೇ ಅಂಶಗಳನ್ನು ನಾವು ತ್ಯಜಿಸಲಿಕ್ಕಿಲ್ಲ, ಎಲ್ಲ ಅಂಶಗಳು ನಮ್ಮ ಉಪಯೋಗಕ್ಕೆ ಬರುವಂಥದ್ದು. ಆ ದೃಷ್ಟಿಯಿಂದ ಇವತ್ತು ಕಲ್ಪವೃಕ್ಷ ತೆಂಗನ್ನು ನಂಬಿ ಬದುಕಿದರೆ ಅದು ನಮ್ಮನ್ನು ಖಂಡಿತ ಉಳಿಸಿದೆ ಅನ್ನೋದರಲ್ಲಿ ಯಾವುದೇ ಸಂಶಯ ಇಲ್ಲ. ಈ ದೃಷ್ಟಿಯಿಂದ ಇವತ್ತು 60 ತೆಂಗಿನ ಸಸಿಗಳನ್ನು ಎಲ್ಲ ಫಲಾನುಭವಿಗಳಿಗೆ ವಿತರಿಸಿದ್ದೇವೆ. ಅವರು ಇದೇ ರೀತಿಯಲ್ಲಿ ಇದನ್ನು ಇನ್ನೂ ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ, ಅದು 60 ಈ ರೀತಿಯಲ್ಲಿ ಹೆಚ್ಚಿನ ಸಂಖ್ಯೆಯಲ್ಲಿ ಸಸಿಗಳಾಗಿ, ಸುರೇಶ್ ಗೋಪಿಯವರು ತಿಳಿಸಿದಂತೆ ಮಣ್ಣು ಕಾಣದ ರೀತಿಯಲ್ಲಿ ತೆಂಗು ನಮ್ಮ ಕೇರಳದಲ್ಲಿ ಹಬ್ಬಲಿ. ಅದರಿಂದಾಗಿ ಕೇರದಿಂದ ಬಂದಂತಹ ಕೇರಳ ಅನ್ವರ್ಥ ನಾಮ ಅದು ಅನ್ವರ್ಥವಾಗಿ ಉಳಿಯಲಿ. ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಎಲ್ಲ ನಮ್ಮ ಕೃಷಿಕರಿರ್ಬೋದು ಅಥವಾ ನಮ್ಮ ಪ್ರಜೆಗಳು ತೆಂಗಿನ ಬೆಳೆಗಳನ್ನು ಅತ್ಯಂತ ಹೆಚ್ಚಿನ ರೀತಿಯಲ್ಲಿ ಕೈಗೊಳ್ಳಲಿ ಅಂತ ಕೂಡ ಈ ಸಂದರ್ಭದಲ್ಲಿ ಸಂಪ್ರಾರ್ಥಿಸ್ತಾ, ಇವತ್ತು ಸುರೇಶ್ ಗೋಪಿಯವರ ಭಾಷಣದಲ್ಲಿ ನಮಗೆ ತಿಳಿಯುತ್ತದೆ ಅವರು ಅದರ ಬಗ್ಗೆ ಎಷ್ಟು ಡಿವೋಟೆಡ್ ಆಗಿದ್ದಾರೆ ಅಂತ ನಮಗೆ ತಿಳಿಯುತ್ತದೆ. ಅವರು ತೆಂಗಿನ ಸಸ್ಯ ನೆಡುವಾಗಲೂ ಹಾಗೆ ತುಂಬ ಸಂಪ್ರದಾಯಬದ್ಧವಾಗಿ ನಡುವುದಕ್ಕೆ ಅವರು ನೀಡುವ ಆದೇಶವನ್ನು ನೋಡುವಾಗಲೇ ನಮಗೆ ಅವರು ಎಷ್ಟರ ಮಟ್ಟಿಗೆ ಅದರಲ್ಲಿ ನಿಷ್ಠೆ ಹೊಂದಿದ್ದಾರೆ ಅಂತ ನಮಗೆ ಅರ್ಥ ಆಗ್ತದೆ. സ്മൃതി കേരം എന്ന പദ്ധതിയുമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് തെങ്ങുകൾ നടണമെന്ന ഉദ്ദേശത്തോടു കൂടി കേരള വികസന ബോർഡിന്റെ